ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 200 രൂപയുടെ കോംബോ ഓഫർ വീഡിയോ ആണ്. അതായത് നമ്മൾ കുറേ പ്ലാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 14 പ്ലാൻസ് സെലക്ട് ചെയ്ത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. 200 പ്ലസ് CC ഉണ്ട്. CC 70 രൂപയാണ് കേരളത്തിൻ്റെ അകത്ത്. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ. ഗിവ് എവേയുടെ കാര്യം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിവ് എവേയുടെ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറയാം. ഇപ്പോൾ നമ്മൾ പ്ലാൻസ് കാണാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് സിങ്കോണിയാണ്. രണ്ടാമത്തത് ഈ ഒരു ടൈപ്പ് സിഫീഡിയം ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ട, പെട്ടെന്ന് തൈകളാകുന്നത് കാണാം. ഇതിലൊരു വെള്ള പൂവാണ് പിടിക്കുന്നത്. അപ്പം വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഒന്ന് സെലക്ട് ചെയ്യാം. അടുത്ത ചെടി എന്ന് പറയുന്നത് സിഫീഡിയത്തോട് സാമ്യമുള്ള അതുപോലത്തെ ലീഫും അതുപോലത്തെ ഷേപ്പും ഉള്ള വാക്കിംഗ് ഐറിസ്. ഇതിൽ ഈ ഒരു എനിക്ക് പൂവില്ല കാണിച്ചു തരാനായിട്ട്. അത് പൂ പിടിച്ച സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിന് മൊട്ട് നിപ്പുണ്ട്. അപ്പം മറ്റ് സിഫീഡിയത്തോട് സാമ്യം തോന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ആ സിഫീഡിയം പോലെ അത്ര കട്ടിയില്ല ലീഫിന്, കുറച്ച് കട്ടി കുറഞ്ഞ ലീഫ്. ഇത് സിഫീഡിയം. ഇതിൻ്റെ തണ്ടിനൊക്കെ ഭയങ്കര കട്ടിയാണ്. ഇനി നമ്മൾ ഈ കാണുന്നത് വാക്കിംഗ് ഐറിസ്. ഇത് നമുക്ക് പ്രത്യേകം വേണമെങ്കിലും അങ്ങനെയും തരും കേട്ടോ. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും പ്രത്യേകം വേണമെന്ന് വെച്ചാൽ അങ്ങനെയും തരുവേ. അടുത്തതൊരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ 40 രൂപീസ്. സത്യത്തിൽ അബദ്ധത്തിൽ വായിൽ വന്നതാണ് കേട്ടോ, മനഃപൂർവ്വം വന്നതല്ല. ഞാൻ ചിലതൊക്കെ മനഃപൂർവ്വം പറയാറുണ്ട്. അടുത്തത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. എനിക്ക് അറിയാവുന്നതായിരുന്നത്, പക്ഷേ അറിയത്തില്ല, ഇപ്പം പേര് വിട്ടുപോയി. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്ലാന്റ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രീനും വൈറ്റും ചേർന്ന്, എനിക്ക് ഇതിൻ്റെയും പേരറിയത്തില്ല, ഈ ഒരു പ്ലാന്റ്. നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, നമ്പർ അയച്ചാൽ മതി കേട്ടോ. നമ്മളത് നോക്കി അങ്ങോട്ട് പ്ലാന്റ്സ് അയച്ചു തന്നോളാം. ഇത് വെർബീന, ഈ ഒരു കളർ. ഇടയ്ക്ക് കോംബോ ഓഫർ വീഡിയോ ആണെന്നുള്ളത് മറന്നുപോയി, അതങ്ങനെ പറഞ്ഞത്. അടുത്തത് ഫിലോഡൻഡ്രൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ആക്റ്റീവാക്കി ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടും. അടുത്തത് ഈ ഒരു ചെടി. ഇത് ലീഫി പ്ലാന്റ് ആണ്, ഇതിൻ്റെ പേരറിയത്തില്ല. ഇത് ലെൻഡാന, കൊങ്ങിണി ചെടി എന്ന് പറയും. നല്ല കളറാണ് ഫ്ലവർ. അടുത്ത ബ്ലൂ ഡേയ്സ്. ഇത് നല്ല കുഞ്ഞു നീല കളറിൽ പൂ പിടിക്കുന്ന ബ്ലൂ ഡേയ്സ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനകത്ത് പൂക്കളൊന്നുമില്ല അല്ലേ കണ്ടിട്ട്. അതെന്താണെന്നറിയാമോ, ഇതിന് നമ്മൾ സ്വസ്ഥമായിട്ട് പൂവിടാൻ സമയം കൊടുത്താലല്ലേ അതുങ്ങൾ പൂവിടാൻ പറ്റത്തുള്ളൂ. ഇത് അതിൻ്റെ മുമ്പേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലേ, വിറ്റ് കാശാക്കി കീശയിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ പൂ കാണാത്തത്. പൂ പിടിക്കും. ഇത് നമ്മൾ ഈ മുകളിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ലേ ഉള്ളൂ. താഴെ ഭാഗത്ത് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ സ്വസ്ഥത ഞാൻ കൊടുക്കും. ഈ ടെറസിന് വെച്ചേക്കുന്നതൊന്നും സ്വസ്ഥത കൊടുക്കത്തില്ല. ഇത് സൺസെറ്റ് ബെൽസ്. ഇത് ഓറഞ്ച് യെല്ലോ കളറിൽ ഫ്ലവർ പിടിക്കും, പെട്ടെന്ന് തന്നെ ഫ്ലവർ പിടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്ലാന്റ്സ് അങ്ങോട്ട് പോയായിരുന്നു. സ്ലീപ്പിംഗ് പോത്തോസും എപ്പീഷ്യയിൽ റെഡ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ഇതറിയാമല്ലോ പേര്, മോൺസ്റ്റർ അഥവാ ബ്രോക്കൺ ഹാർട്ട്. ഇത് നമ്മൾ മിക്കപ്പോഴും വീഡിയോയിൽ ഇടാറുണ്ട് സെയിലിന്. ഇത് പ്രത്യേകമാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപീസ്. ഓർമ്മതൻ വാസന്തന തോപ്പിൽ ഒരു പുഷ്പം മാത്രം. അത് ഡെയ്സി. പക്ഷേ എനിക്കിതിൻ്റെ കളർ എനിക്ക് തോന്നുന്നു ചെറിയ പിങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ പിങ്ക് അല്ല, ലൈറ്റ് പിങ്ക്, സോറി. അടുത്തത് പൊട്ടറ്റോ വൈൻ, ഗ്രീൻ കളറ്. ഇതിന് നമുക്ക് വേര് പിടിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. അതായത് 2 ദിവസത്തിനകം ഇതിനകത്ത് വേര് വരും, അങ്ങനെയാണ്. അടുത്തത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ. ഇത് അഗ്ലോണിമയാണോ ഡിഫറെൻറ്റ് പാച്ചിയിൽ പെടുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വിളിക്കുന്നത് അഗ്ലോണിമ കേട്ടോ. ഇത് പ്രത്യേകമാണെങ്കിൽ 40 രൂപീസ്. ഇനി ഗിവ് എവേയുടെ കാര്യം പറയാവേ. ഞാൻ മുൻപത്തെ വീഡിയോകളിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് എവേ നടത്തണമെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നടത്താം. അപ്പം ചെയ്യേണ്ടത് ഇത്ര മാത്രം: കമൻസ് ഇടുക. അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 2 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് തരും. പിന്നെ ഒരാൾക്കും കൂടി ഗിഫ്റ്റ് തരും. അതെങ്ങനെയെന്ന് വെച്ചാൽ കമൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതിപ്പോൾ ലൈക്ക് കുറഞ്ഞതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിനുമുണ്ട് ഗിഫ്റ്റ്. അങ്ങനെ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്നെ അറിയിക്കാം. അതായത് ഇന്ന രീതിയിൽ ഗിവ് എവേ നടത്തിയാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കാണുമല്ലോ, അഭിപ്രായം
അല്ല ഐഡിയ ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ നടത്തുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ കേട്ടോ, ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടോ എന്ന്. അതാണ് ഞാൻ മനസ്സിലാവുന്നു ചോദിക്കുന്നത് കേട്ടോ. വെരിഗേറ്റഡ് പനിക്കൂർക്ക, പിന്നെ മുറിവൂട്ടി, പെഡിലാന്തസ് വെരിഗേറ്റഡ്, റിയോ പ്ലാന്റ്, ഇത്രയും ഇങ്ങനെ പോയിട്ടുണ്ടേ. പേര് പറഞ്ഞതന്നേ ഉള്ളൂ. ഇത് കോളിയസ്. അടുത്തത് ഇത് കലേഡിയം. ഇതൊരു സ്നേക്ക് പ്ലാന്റ്. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ 20 റുപ്പീസ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാൻ സൈസ് ഇതാണ്. ഇത് ബിഗോണിയയിൽ നമ്മൾ മണൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ ഇത് കലേഡിയം. ഇത് കാരിക്കച്ചർ. അടുത്തത് ഒരു കലേഡിയം. അടുത്തത് പെപ്പറോമിയ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്, പേരറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല ഗ്രീന് വൈറ്റ് ചേർന്ന്. ഇത് ഹാങ്ങിങ് പെപ്പറോമിയ. ഇതും ഒരു ബിഗോണിയ. ഇത് ഹെലിക്കോണിയ. ഇതിനകത്ത് ഓറഞ്ച് ഫ്ലവറാണ് പിടിക്കുന്നത്. ഇത് ഹെലിക്കോണിയുടെ വെരിഗേറ്റഡ്. ഹെലിക്കോണിയ നമ്മൾ മീഡിയം ലൈറ്റുള്ളിടത്ത് വേണം വെക്കേണ്ടത്. അതായത് ഒരുപാട് സൂര്യപ്രകാശവും വേണ്ട, എന്നാൽ ഒരുപാട് നമ്മൾ തണലത്തും വെക്കാൻ പാടില്ല. ഒരുപാട് തണലത്ത് വെക്കുവാണെങ്കിൽ അത് പൂ പിടിക്കാൻ ലേറ്റ് ആകും. പിന്നെ ഒരുപാട് സൂര്യപ്രകാശമുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫെല്ലാം കരിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. അടുത്തത് മോർണിംഗ് ഗ്ലോറി. ഈ കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ ഇത് രാവിലെ വിരിഞ്ഞ് വൈകിട്ടാകുമ്പം അണഞ്ഞു പോകും. ഇതൊരു വാട്ടർ പ്ലാന്റ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മൊസൈക്ക്. ഇത് നമ്മൾ നടുമ്പോഴത്തേക്ക് മണൽ, ചാണകപ്പൊടി അടിയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണലിട്ടിട്ട് നടണം. ഇത് മെക്സിക്കൻ സ്വോർഡ്. ഇതിലൊരു പൂ പിടിക്കും. ഒരു മീറ്ററോളം നീളത്തിൽ ഇങ്ങനെ ഒരു തണ്ട് വന്നിട്ട് അതിലാണ് വെള്ള ഫ്ലവർ പിടിക്കുന്നത്. ആ തണ്ടിൽ നിന്ന് പിന്നെ നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും സെപ്പറേറ്റ് തൈകളായി വരും. അടുത്തത് ഈ ഒരു ടൈപ്പ് ചെടി, ഇതിൻ്റെയും പേരറിയത്തില്ല. അടുത്തെന്ന് പറയുന്നത് ബിഗോണിയ. അടുത്തത് കോറിയോപ്സിസ്. ഇതിലൊരു യെല്ലോ കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. മുമ്പ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഒരു യെല്ലോയും മെറൂണും കലർന്നത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, കോറിയോപ്സിസ് എന്ന് പറഞ്ഞ്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ആ ഷോ കാണിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു അത് പോകുമെന്ന്. ഇതും ഒരു വാട്ടർ പ്ലാന്റ്. ഇത് ഒരു കുഞ്ഞു തൈ വെക്കുമ്പോൾ തന്നെ പിന്നെ അങ്ങ് ചട്ടി നിറച്ച് അങ്ങ് ആയിക്കോളും. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ 20 റുപ്പീസ്. അടുത്തത് വാടാമല്ലി എന്ന് പറയുന്നത് നമ്മളിൽ ചിലരെങ്കിലും ഓണം ആകുമ്പോൾ മാത്രമേ ഇത് തിരക്കാറുള്ളൂ അല്ലേ. ഇത് നമ്മൾ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിസരം മൊത്തവും വാടാമല്ലി തൈ ആകും. അടുത്തത് ഈ ഒരു ടൈപ്പ് ഫോണ്. ഇത് ഷെയ്ഡുള്ള ഭാഗത്ത് വേണം വെക്കേണ്ടത്, നല്ല വെള്ളം വേണം. ഇത് വേറൊരു ഫോണ്. ഇത് വോക്കിംഗ് ആരീസിൻ്റെ മുട്ടാണ്. ഇന്ന് നമ്മളെടുത്ത വീഡിയോ ആണിത്. ഫ്ലവർ കിട്ടി നമുക്ക്. മറ്റേതൊക്കെ നമ്മൾ അതിന് മുൻപേ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിരിഞ്ഞതാണ് ഈ പൂവ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഓഫർ വീഡിയോസ് വരും. അപ്പം നല്ലതാണ്, നമുക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ബട്ടണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഗിവ്വേയുടെ കാര്യം മറക്കരുത്, കമൻറ്റ് ഇടണം. ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങിക്കുന്ന 2 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റിനും ഗിഫ്റ്റുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ഇട്ടാലും മതി. നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഗിവ് എവേയിൽ നോക്കാം അത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അടുത്തൊരു വീഡിയോ ഓഫർ വീഡിയോ തന്നെയായിരിക്കും, കാത്തിരിക്കുക. ബൈ.